ഐസ്ക്രീം കൊതിയനാണ് ഇങ്ങനെ. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഉള്ള എൻ്റെ വീട്ടിലാണ് കേട്ടോ, കൊച്ചിയിൽ. അപ്പോൾ ഞാനിന്നൊരു 2 മണിയെന്തോ ആയപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ കൊരട്ടിയിൽ നിന്ന് കൊച്ചി വരെ ഞാൻ യൂബർ എടുക്കും. യൂബർ എടുത്തിട്ട് ആലുവ വരെ യൂബർ എടുക്കും. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ എപ്പോഴും മെട്രോയിന് ഇവിടെ വരുന്നത്. എനിക്ക് എളംകുളത്ത് ഇറങ്ങിയാൽ ഇവിടെ ഡയറക്റ്റായിട്ട് എനിക്ക് ഓട്ടോ പിടിച്ച് വരാം. അപ്പോൾ ഐ ആം അറ്റ് മൈ ഹോം. ഇത് ഉണ്ണിയുടെ മുറിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തന്നെയാണ്. കാരണം ഭയങ്കര ചൂടാണ് എല്ലായിടത്തും. എവറി സിംഗിൾ റൂം ഹിയർ അല്ല, ഇവിടെ ഫുള്ള് ചൂടാണ്. മരങ്ങൾ കുറച്ചുള്ള എന്നാലും ഭയങ്കര ചൂടാണ്. വീട്ടിൽ അവിടത്തെക്കാളും ചൂടാണ് ഇവിടെ. പിന്നെ എന്താ, അങ്ങനെ ഞാൻ വന്ന് ഫുഡൊക്കെ കഴിച്ചു, വർക്ക് ചെയ്തു. ഇപ്പോൾ ഒരു 6 മണിയായി. 6 മണിയായോ? 5:45. 6 മണി ആയിട്ടില്ല. അപ്പോൾ ഇത്ര നേരം അത്ര സംഭവിച്ചിട്ടുണ്ട്. പുറത്തേക്ക് പോകാം. ഇതാണ് ഗാർഡൻ. പൂക്കളുള്ള ഗാർഡൻ. മുല്ല മുട്ടിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ചെടിയുണ്ട്. പിന്നെ ഇവിടെയും കുറച്ച് ചെടിയുണ്ട്. എല്ലാത്തിനും ഇനി വെള്ളം വേണം, ഭയങ്കര ചൂടായതുകൊണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറേ മീനുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഇന്നത്തെ മാറ്റി. ഇന്നിപ്പോൾ വർക്കൊന്നും നടന്നിട്ടില്ല. ഇനി വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. പിന്നെ ഇവിടുത്തെ ചൂട് എനിക്ക് സഹിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ആകെ കൂടി ഒരു കുളമായൊരു ദിവസം നടന്നു. നോ പ്രോബ്ലം, ലെറ്റ്സ് സീ. പിന്നെ എന്താ, അത്രേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും സിനിമ കാണേണ്ടത് വിചാരിച്ചൊരു സിനിമ കാണുന്നത്. ഇപ്പോൾ ഒരു 10:45 ആയി. ഇനി 11 മണി തൊട്ട് എൻ്റെ മീറ്റിങ്സ് ഒക്കെ തുടങ്ങുന്നത്. ഞാൻ 2 ഫാനൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇരിക്കുന്നത്. കാരണം ചൂടിപ്പോൾ ആയി തുടങ്ങുന്നുള്ളൂ. ആക്ച്വലി ചൂടാവുന്നു. ഉച്ചയ്ക്കാകുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. ഇന്നലെ ഞാൻ വന്ന് കയറിയിട്ട് ഫുള്ള് ഇങ്ങനെ ഐസായിട്ടുള്ള വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അത്രയും ചൂട് ഇവിടെ. ചൂട് രക്ഷയില്ല. ഇപ്പോൾ വർക്ക് ഞാൻ കുറച്ച് നേരം മുമ്പ് ലോഗിൻ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. ഇനി എനിക്ക് ബാക്കി ഈ കോള് കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഇന്ന് വർക്ക് ചെയ്യാൻ കയറിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇന്ന് എൻ്റെ 2nd വർക്ക് ആനിവേഴ്സറി ആണ് ഈ കമ്പനിയിൽ. സോ ഇൻ ടോട്ടൽ എനിക്കിപ്പോൾ 5 years ഓഫ് എക്സ്പീരിയൻസ് ആയി. അല്ല, 6 years. I don't know. So this is my work anniversary. ഇപ്പോൾ 2 years ആയി ഞാൻ ഈ കമ്പനിയിൽ. I'm grateful for it. ഞാൻ ലഞ്ച് കഴിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ ഡോണറ്റ് വാങ്ങിച്ച് കഴിക്കുന്നതോ ഒന്നും വീഡിയോ എടുത്തില്ല. അതിനുള്ള ഒരു വെപ്രാളമായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒരു സ്വാച്ചിങ് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ലിപ്പ് ലൈനർ ഉണ്ടായിരുന്നു. ഞാൻ അതിനുള്ള ഷാർപ്പ്നർ ഇങ്ങനെ തപ്പി നടന്ന് ലാസ്റ്റ് ഒരു ഷാർപ്പ്നർ. പണ്ട് ഈ വീട്ടിൽ ഫുള്ള് ഇതായിരുന്നു, കട്ടർ. പക്ഷേ ഇപ്പോൾ ഒരു കട്ടർ പോലും കിട്ടാനില്ല. ലാസ്റ്റ് എവിടെ നിന്നും എൻ്റെ ബാഗിൽ നിന്ന് കിട്ടിയിട്ട് അത് ചെത്തി ആ ലിപ്പ് ലൈനർ എടുത്ത് യൂസ് ചെയ്തപ്പോഴാണ് ഇത്രയും നല്ല സാധനങ്ങളുണ്ടായിട്ട് ഇതുവരെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ലല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ ഞാനത് യൂസ് ചെയ്ത ഒരു വീഡിയോ ഇട്ടു. അതാണ് ലിപ്സ്റ്റിക്ക് മാത്രമുള്ള വീട്ടിലിരിക്കുന്നത്. പിന്നെ ഡോണറ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഡോണറ്റൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് അവശിഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഞാനും മുന്നിയും കഴിച്ചു. ഇത് മാത്രമേ ഉള്ളൂ. 3 ഡോണറ്റുള്ള സെറ്റ് ആയിരുന്നു കേട്ടോ. ഇതിൽ വാനില ഡോണറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് ഡോണറ്റ് ഫാക്ടറിയിൽ നിന്നാണ് 3 എണ്ണം കിട്ടുന്ന ഒരു സെറ്റ് ഉണ്ട്. അതാ മേടിച്ചത്. ഞാൻ അത്ര വലിയ ഡോണറ്റ് ഫാനൊന്നും അല്ല. പക്ഷെ ഇന്ന് എന്തോ ഡോണറ്റ് കഴിക്കാൻ തോന്നി. പെട്ടെന്നൊരു സ്വീറ്റ് ക്രേവിങ് വന്നപ്പോൾ നേരെ ഞാൻ ഡോണറ്റ് ഫാക്ടറിയിൽ നിന്ന് മുമ്പ് മേടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആകെ ഡോണറ്റ്സ് കഴിച്ചേക്കുന്നത് ലുലുവിൽ പോകുമ്പോൾ ഹൈപ്പർ മാർട്ടിൽ നിന്ന് ഡോണറ്റ് മേടിക്കുക, അതാ കഴിച്ചേക്കുന്നത്. എനിക്കത് ഇഷ്ടമാണ്, പക്ഷെ അതൊരിക്കലും ക്രേവ് ചെയ്യാറില്ല. പക്ഷെ അത് ക്രേവ് ചെയ്തപ്പോൾ മേടിച്ചതാണ്.
ഇതേ ലാസ്റ്റ് ഉള്ളൂ. എനിക്ക് ബട്ടർ സ്കോച്ച് അല്ല കാരമൽ ഫ്ലേവർ ഇഷ്ടമേ അല്ല, അതാണ് ഈ ഫ്ലേവർ. അതുകൊണ്ട് അത് ബാക്കി വന്നു, അല്ലെങ്കിൽ അത് തന്നെ. എൻ്റെ ഒപ്പം ഒരു ചോക്ലേറ്റും ഉണ്ടായിരുന്നു, പിന്നെ ഒരു വാനില ഫില്ലായിട്ടുള്ള സംഭവം. അത് രണ്ട് സൂപ്പറായിരുന്നു. അത് കിട്ടുന്നതും കഴിച്ചതൊക്കെ ഓർമ്മ പോലും ഇല്ല. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഉള്ള. അപ്പോൾ ഇനി ഇരുന്ന് വർക്ക് ചെയ്യണം. പിന്നെ വൈകുന്നേരം ഒന്ന് പുറത്ത് പോകണം. എനിക്ക് എൻ്റെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പുറത്ത് പോകണം. അപ്പോൾ അതങ്ങനെയൊക്കെയാണ്. എനിക്കറിയില്ല, കാരമൽ ഒട്ടും ഇഷ്ടമല്ല എനിക്ക്. ഇനി എന്താണെന്നറിയില്ല, വല്ലാത്തൊരു എനിക്ക് കാരമലും ഇഷ്ടമല്ല, ബട്ടർ സ്കോച്ചും കാരമലും ഒന്നല്ലേ, ആ ഒരു ടൈപ്പ് സാധനങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. ഐസ്ക്രീം ഉണ്ടെങ്കിൽ പോലും ഞാൻ കഴിക്കില്ല, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഐസ്ക്രീമാണ്. ഐസ്ക്രീമിൽ എനിക്കിഷ്ടം വാനില ആൻഡ് മാംഗോ ആണ്. ഐസ്ക്രീം ഉണ്ടായാൽ പോലും ഞാൻ കഴിക്കില്ല, എനിക്കറിയില്ല, എനിക്ക് ആ ഫ്ലേവർ എന്ന് പറഞ്ഞ സാധനമേ ഇഷ്ടമല്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല. കറക്റ്റ് ഐസ്ക്രീം തിന്നുമ്പോൾ വരുന്ന രണ്ടാളുകളാണ് ഈ പൂച്ചയെ ഈ ഉണ്ണി. ഹൈ ഹൈ. അപ്പോൾ ഇതാണ് വീട്ടിലെ പൂച്ച. പൂച്ചയ്ക്ക് പേരൊന്നും ഇട്ടിട്ടില്ല, കുറേ 2 വർഷമായിട്ട് ഇവന് ഇവിടെ ഉണ്ട്. പെൺപൂച്ചയാണ് കേട്ടോ. ഐസ്ക്രീം കൊതിയനാണ്. ഇങ്ങനെ നടക്കില്ല. ഐസ്ക്രീം കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കൊടുക്കാറില്ല, കുറച്ചൊക്കെ ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ കൊടുക്കും. ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞ് കാത്തിരിക്കണം. ഐസ്ക്രീമിൻ്റെ കവർ പൊട്ടിച്ചപ്പോൾ തന്നെ ഓടി വന്നേക്കണം, ഇപ്പോൾ കിട്ടുമെന്നും പറഞ്ഞു. അയ്യാ, ഐസ്ക്രീം തരാൻ പറ്റില്ല. വാവ്, കുറച്ച് ലൈറ്റിൽ കൊണ്ടുവന്നു കേട്ടോ. ലോഡഡ് ഫ്രൈസ്. അങ്ങനെ ഞാൻ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങിട്ടോ. ഇപ്പം ഞാൻ പോകുന്നത് സ്റ്റാർബക്സിലേക്കാണ്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ വീഡിയോ ഒരെണ്ണം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മാരിയറ്റിന് വേണ്ടിയിട്ട്. അത് ഞാൻ ഓൾറെഡി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഞാനത് ലൈവാക്കി. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു വോയിസ് ഓവർ പാർട്ട് ഉണ്ടായിരുന്നു, അത് എനിക്ക് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയാണ് സ്റ്റാർബക്സ് ചൂസ് ചെയ്തത്. പക്ഷേ അവിടെ പോയിട്ടാണ് എനിക്ക് മനസ്സിലായത്, അവിടെ നല്ല നോയ്സാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഉണ്ട്, പ്ലസ് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. പിന്നെ ഈ ഡ്രിങ്ക് സ്ട്രോബെറി അസായി എന്നാണ് ഇതിന് പറയുന്നത്. എനിക്ക് കോഫി അല്ലാതെ എന്തെങ്കിലും കുടിക്കണമെന്ന് തോന്നി ഞാൻ ഇതാണ് എപ്പോഴും ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാറുള്ളത്. അങ്ങനെ സ്റ്റാർബക്സിൽ നിന്ന് ഇറങ്ങി നല്ല ശാന്തമായൊരു സ്ഥലത്തേക്ക് പോയി. ഒട്ടും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇല്ലാത്തൊരു സ്ഥലം. ഇത് എടച്ചിറയാണെന്നാണ്, എടച്ചിറയല്ല, ഇത് തുതിയൂരാണ് കേട്ടോ. ഐ തിങ്ക് ഇറ്റ് ഇസ് തുതിയൂർ. അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോഗ്രാഫർ. ഇവൻ്റെ നാടാണിത്. അപ്പോൾ ഇവൻ പറഞ്ഞു ഇവിടെ വന്നിരുന്ന അങ്ങനെ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അവിടെ ഇരുന്ന് റെക്കോർഡിംഗ് ഒക്കെ ചെയ്ത് തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴാണ് എൻ്റെ പൂച്ച. ഞാനൊന്ന് അലമാരി തുറന്ന് എൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി തുറന്നപ്പോൾ ആളങ്ങ് ഉള്ളിലേക്ക് കയറി. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ഇരിപ്പായി. പിന്നെ ഇവനെ പുറത്തേക്ക് ചാടിക്കാൻ വേണ്ടി പെട്ട പാടായിരുന്നു. ഇവനിങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പേസിൽ പോയി ഇങ്ങനെ ഒളിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഇവനല്ലേ, ഇവളാണ്, ഇവള് പെണ്ണാണ്. പിന്നെ കുറച്ച് നേരം ഇവളെ ഇട്ടിങ്ങ് കളിപ്പിച്ചു. ഇങ്ങനൊരു ഒരു പേപ്പറും കഷ്ണം കൊടുത്താൽ മതി, ആൾക്കത് വെച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളും ഇപ്പോഴാണെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ ആ പേപ്പറും കഷ്ണം ഇട്ട് അവളെ ഇട്ട് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പൂച്ച ഉള്ളതാണ്ട് കുറച്ചെങ്കിലും എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലുമൊക്കെ ഒരു പൂച്ച ഉണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഒറിയോ ഉണ്ടായിരുന്നു, അതിന് മുമ്പ് ടാബി എന്ന് പറഞ്ഞ പൂച്ച ഉണ്ടായിരുന്നു, പിന്നെ ഒരു വെള്ള പൂച്ച ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പൂച്ചകൾ എപ്പോഴും അത് വയ്യാതെ കിണ്ടീസൊക്കെ ആയിട്ടാണ് ചത്തുപോണത്. അപ്പോഴേക്കും അടുത്ത പൂച്ച വരും, ആ ഒരു വോയിഡ് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു യങ്ങർ എന്ന് പറഞ്ഞൊരു സീരീസ് തുടങ്ങി. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ആകെ കുറച്ച് കണ്ടോളൂ. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. എനിക്ക് തോന്നിയത് വെനസ്ഡേ ആയിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റ് അമ്പലത്തിൽ പോയി. വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ എനിക്കൊന്ന് അമ്പലത്തിൽ പോകാൻ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഞാൻ തീരുമാനിച്ചു എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന് രാവിലെ എണീറ്റെന്ന്. അങ്ങനെ എപ്പോഴും ഒന്ന് അമ്പലത്തിൽ പോകണ ഒരാളെ അല്ല ഞാൻ, എനിക്ക് തോന്നണം അമ്പലത്തിൽ പോകണമെന്ന്.
അങ്ങനെ എനിക്ക് ഇന്ന് തോന്നി. അങ്ങനെ ഞാൻ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നടക്കാൻ 10-15 മിനിറ്റ് ഉള്ളൂ. എന്നാൽ ഞാൻ യൂബർ എടുത്താൽ പോകണേ, കാരണം നല്ല ചൂടാണ്. അങ്ങനെ അമ്പലത്തിൽ പോയി എല്ലാവർക്കും പുഷ്പാഞ്ജലിയൊക്കെ ചെയ്തു. ഇതാണ് ഞങ്ങളുടെ അമ്പലം, പൊന്നിരുന്തി അമ്പലം. ഇത് കൃഷ്ണൻ്റെ അമ്പലമാണ് കേട്ടോ. അങ്ങനെ അവിടെ പോയി തൊഴുത് തിരിച്ചു വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞ് ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ഒരു AC മേടിക്കണം. കുറേ നാളായി AC യുടെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ചൂട് കാലത്ത് AC ഇല്ലാതെ പറ്റില്ല, അതെനിക്ക് മനസ്സിലായി. ഞാൻ വീട്ടിൽ വന്നിട്ട് ഇവിടെ തൃശ്ശൂർ AC ഉണ്ട്. അവിടെ എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ AC ഒക്കെ ഇട്ടിരിക്കും. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ AC മേടിക്കാമെന്ന് തീരുമാനിച്ചു. നമ്മൾ എടപ്പള്ളിയിൽ പോയിട്ടാണ് കേട്ടോ മേടിച്ചത്. QRS എന്ന് പറഞ്ഞ ഷോപ്പാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ പണ്ട് തൊട്ടേ എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് മേടിക്കണേ. അങ്ങനെ അവിടെ പോയി ഓർഡർ കൊടുത്തു, എല്ലാം വന്നു. പിറ്റേ ദിവസം കേട്ടോ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ നേരെ വൃന്ദാവനിലേക്ക് പോയത്. നമ്മൾ എപ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും അമ്പലത്തിൽ പോയി കഴിഞ്ഞാലും എറണാകുളത്ത് അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ് വരുമ്പോൾ മസാല ദോശ ഒരു മസ്റ്റ് സംഭവമായിരുന്നു. അങ്ങനെ ഇത് ഇപ്പോൾ ഉണ്ണിക്ക് കഴിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പോയതാണ്. അപ്പോൾ ഞാൻ അവൻ്റെ പ്ലേറ്റിൽ നോക്കിയിരുന്നു. ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ. ഞാൻ പുട്ട് കഴിച്ചു, പക്ഷെ അവന് പുട്ടൊന്നും ഇഷ്ടമില്ല. അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് മേടിച്ചത്. അപ്പോൾ ഞാനൊരു ജ്യൂസ് ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ അവൻ്റെ പ്ലേറ്റിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് തന്ന് നോക്കി എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പൊടി മസാല ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇവിടുത്തെ ഒട്ടുമിക്ക ഫുഡും എനിക്ക് ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ കഴിച്ച് ആ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞു. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചങ്ങ് ഇരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ജ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവൻ പറയണേ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഫിൽറ്റർ കാപ്പിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. ഇതെപ്പോഴൊന്നും കുടിക്കാൻ തോന്നില്ല. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ എടുത്ത് കാണുമ്പോൾ ഒന്നതാറ്റി കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനത് കാരണം കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ ഷുഗർ ഇതിൽ കൂടിയിട്ടില്ല, പഞ്ചസാര താഴെ ഇരുന്നു. പിന്നെ അത് എടുത്ത് കുടിച്ചു. അങ്ങനെ ഫിൽറ്റർ കോഫിയൊക്കെ കുടിച്ച് ഞാൻ ഇങ്ങനെ ഇരിപ്പാണ് എൻ്റെ ജ്യൂസ് നോക്കിയിട്ട്. അങ്ങനെ ഫൈനലി എൻ്റെ ജ്യൂസ് ഞാൻ ആദ്യമായിട്ടാണ് ഹോട്ടലിൽ നിന്ന് അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് അനാർ ജ്യൂസ് ഓർഡർ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഓർഡർ ചെയ്യുക, അന്ന് തന്നെ വേറൊരു ഹോട്ടലിലും പോയി ഓർഡർ ചെയ്ത് രണ്ടും സെയിം കളർ. ഞാൻ വിചാരിച്ചു കുറച്ച് ചുമന്നിരിക്കുന്ന സാധനമല്ല ഇതെന്ന് വിചാരിച്ചു. ഞാനിത് വെള്ളം കൂട്ടി അടിച്ചുകൊണ്ടാണിത്, പക്ഷേ എല്ലായിടത്തും ഇങ്ങനെ തന്നെ കിട്ടുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചത് വീട്ടിലേക്ക് എത്തി. കറക്റ്റ് എനിക്ക് കോളിൻ്റെ സമയത്ത് തന്നെ അവിടെ 11 മണിക്ക് എൻ്റെ കോൾസ് സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പേ ഞാൻ എത്തി. ഇത് വൃന്ദാവനിൽ പോയപ്പോൾ മേടിച്ച ബൂന്തി ലഡു ഞാൻ കുറച്ച് കഴിച്ചു നോക്കി, കുഴപ്പമില്ല. ഇവിടുത്തെ സ്വീറ്റ്സൊക്കെ നല്ലത്, അത്യാവശ്യം നല്ല ഗീലൊക്കെ ഉണ്ടാക്കിയ നല്ല മറ്റേ സാധാ ഓയിലൊന്നും ഉണ്ടാകുന്ന സാധനമല്ല. ഗീലുണ്ടാക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. വൃന്ദാവൻ ഫാൻസാണ് വീട് മുഴുവൻ. അപ്പോൾ അവിടുത്തെ ലഘുവിൽ പോയപ്പോൾ മേടിച്ചു. ഇതായിരുന്നു ഇന്നത്തെ ലഞ്ച്. ചോറ്, പിന്നെ എന്താണ് കൊഴുവ വറുത്തത്, പിന്നെ എനിക്ക് പയർ ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. ഇത് വൻപയറാണ്. പിന്നെ എന്താ ശാലുവയെന്ന് അവിയൽ, പിന്നെ കുറച്ച് തൈര്. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ തൃശ്ശൂരേക്ക് അന്ന് തന്നെ ഞാൻ തിരിച്ചിറങ്ങി. അപ്പോൾ ഞാൻ ഡയറക്റ്റ് യൂബറാണ് ഈ പ്രാവശ്യം എടുത്തത്. കാരണം എനിക്ക് അവിടെ പോയിട്ട് എൻ്റെ പുതിയ കണ്ണട ഞാൻ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് അവർ എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ കണ്ണട. ഞാനിത് ലെൻസ് ആൻഡ് വിഷൻസ് എന്ന് പറഞ്ഞ് അങ്കമാലി LFൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു കടയുണ്ടായിരുന്നു. ആ മേടിച്ചത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കാലിക്കറ്റ് മക്കാനി എന്ന് പറഞ്ഞ പുതിയ റെസ്റ്റോറൻ്റാണ്. ഇവിടെ നല്ല തിരക്ക് കണ്ടിട്ട് ഞങ്ങൾ കയറി. കൊള്ളാം, നല്ലൊരു വൈബും ആംബിയൻസൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മളിരുന്ന ഒരു മൂലയ്ക്കാണ് കേട്ടോ. അങ്ങനെ നമ്മളാരെയും കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഗോകുൽ എല്ലാവരെയും വിളിക്കുന്നത് വാ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതാണ് നമ്മൾ മേടിച്ചതിൽ പറയാനുള്ളത്. ഈ ഒരു ചട്ടിയിലുള്ള ചിക്കൻ കറിയാണ്. ഇതിനെന്താ പറഞ്ഞത്, തറവാട് ചിക്കൻ കറി. അതൊരു വെറൈറ്റി ഡിഷായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. വ്ളോഗ് എന്ത് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എഡിറ്റ് ചെയ്യാനെടുത്തപ്പോഴാണ് മനസ്സിലായി അങ്ങനെ ഒരു ക്ലിപ്പ് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ തേഴ്സ്ഡേ കഴിഞ്ഞു, ഇത് ഫ്രൈഡേയും കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നാണ് ആ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്, അല്ലെങ്കിൽ അത് അവിടെ കിടക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.